ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ ഈ മധുരം ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ പാലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഗോതമ്പ് പൊടിയും പിന്നെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി മധുരം തയ്യാറാക്കാൻ പോകുന്നത്. അതും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ഗോതമ്പ് പൊടി ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് അതേ കപ്പിൽ തന്നെ നമുക്കൊരു 3.5 കപ്പ് വെള്ളം, ഇത് സാധാരണ വെള്ളമാണ്, നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്കൊന്നൊരു ചാനൽ പരിചയപ്പെടുത്താണ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ഷാരോൺസ് കിച്ചനെറ്റ് എന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഈ ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല അടിപൊളി, നല്ല ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷസ് ഒക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഷാരോൺസ് കിച്ചനെറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എന്നിട്ട് കൈ കൊണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൽ ഒരു തരി പോലും കട്ട പോലും പിടിക്കാൻ പാടില്ല. അപ്പോൾ എല്ലാ ഗോതമ്പ് പൊടിയും ഈ വെള്ളത്തിൽ അലിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈ ആകുമ്പോൾ കുറച്ച് നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് പൊടി ഇങ്ങനെ അലിയാതെ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ കൈ വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കട്ടകളൊന്നുമില്ല. ഇനി നമുക്ക് ഇത് ഏകദേശം ഒരു മണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളം മുകളിലോട്ട് തെളിഞ്ഞ് വന്ന് ഈ ഗോതമ്പ് പൊടിയൊക്കെ നന്നായി കുതിർന്ന് പാത്രത്തിൻ്റെ താഴെ വന്ന് കിടക്കും. അപ്പോൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇവിടെ കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം വെള്ളവും അതുപോലെ ഗോതമ്പ് പൊടിയും രണ്ടും 2 തട്ടിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ മേൽഭാഗത്തുള്ള വെള്ളം ഒന്ന് വളരെ പതുക്കെ മറ്റൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി ഒഴിക്കണം. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും, നല്ല ഇങ്ങനെ കുഴഞ്ഞിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ടാവും. അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടിയതും. അപ്പം ഞാൻ ഇതിലത്തെ ആ വെള്ളം മാത്രം, ആ മേൽഭാഗത്തെ വെള്ളം ഒരു പാത്രത്തിലോട്ട് മാറ്റി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല കേട്ടോ, ഞാനത് മാറ്റി ഇത് കളയാൻ പോവാണ്. നമുക്കിനി ആവശ്യമുള്ളത് ഈ ഒരു ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി ഞാൻ പറഞ്ഞ പോലെ നന്നായി കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ, കണ്ടോ, നല്ല ക്രീമി പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ ഒന്ന് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമുക്ക് ഈ ഒരു ഗോതമ്പിൻ്റെ ഈ മിക്സ് എത്ര കപ്പ് ഉണ്ടെന്നൊന്ന് അളക്കണം. എങ്കിലാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളുടെ അളവ് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതേ കപ്പ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് 250 ml മെഷർമെൻറ്റ് കപ്പാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് ഈ ഒരു കപ്പിൽ 2 കപ്പ് ഗോതമ്പിൻ്റെ മിക്സാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് ലാസ്റ്റ് കുതിർത്തൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 കപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുക്കാം. അതിനകത്തോട്ട് നമുക്ക് 1/2 കപ്പ് കോൺഫ്ലവർ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കോൺഫ്ലവർ എടുക്കുക. അപ്പോൾ 1/2 കപ്പ് കോൺഫ്ലവറിന് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതേ കപ്പിൽ തന്നെയാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലത്തെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പാലും വെള്ളം പോലെയായിട്ട് വന്നിട്ടുണ്ട്, മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് മാറ്റി വെക്കണം. അങ്ങനെ 2 ബൗളിലുള്ള സംഭവങ്ങൾ ഇവിടെ റെഡിയാണ്. ഒന്ന് ഗോതമ്പിൻ്റെ മിക്സും മറ്റൊന്ന് കോൺഫ്ലവറിൻ്റെ മിക്സും. ഇനി നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഞാൻ പാൻ ചെറുതായിട്ട് ചൂടായി വരുന്നേ ഉള്ളൂ കേട്ടോ, ഒത്തിരി ചൂടാക്കരുത്, ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ടേ ഉള്ളൂ. എന്നിട്ട് ഉടനെ തന്നെ നമ്മുടെ ഗോതമ്പിൻ്റെ മിക്സ് ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിപ്പം ഈ പാത്രത്തിന് ചെറിയ ചൂടാണെങ്കിൽ പോലും ഇത് പെട്ടെന്ന് കുറുകാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ആ പാത്രം ചൂടാവുന്ന ആ സമയത്ത് തന്നെ ഒഴിക്കാം, അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഗോതമ്പിൻ്റെ മിക്സ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ ആ ഒഴിച്ച സമയത്തുള്ള ചൂട് കൊണ്ട് ചിലപ്പോൾ കട്ടയായി പോയിട്ടുണ്ടാവും. അത് ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ ഒരു ഗോതമ്പ് മാവ് ഇരിക്കും. ഇനി ഇതിനോടൊപ്പം തന്നെ ഫ്ലെയിം ലോയിലോട്ട് ആക്കണം, മറക്കരുത്. നമ്മുടെ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കോൺഫ്ലവറിൻ്റെ പൊടിയെല്ലാം നമ്മുടെ പാത്രത്തിൽ ഇങ്ങനെ അടിയിൽ അടിഞ്ഞു കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ്. ഇനി നമുക്ക് നിർത്താതെ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കോൺഫ്ലവറും ഗോതമ്പൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നെയ്യ് ചേർക്കുന്നതാണ് ഈ ഒരു ബർഫി. ഇത് ബർഫിയാണ് കേട്ടോ. ഇതൊരു ഹലുവ പോലെയല്ല നമ്മൾ എടുക്കുന്നത്. ഇച്ചിരി തിക്കായിട്ടുള്ള രീതിയിൽ ഒരു ബർഫി കണക്കിനാണ് എടുക്കുന്നത്. ഹലുവയുടെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബർഫിയാണിത്. അതായത് നമുക്കൊരു കറാച്ചി സ്റ്റൈലിലുള്ള ഒരു ബർഫിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഇനി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതിങ്ങനെ കുറുകി വരാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തോട്ട് ഒരു 1.5 ഏലക്ക, അതായത് രണ്ടും തന്നെ കൂട്ടിക്കോ, അല്ലെങ്കിൽ 2 ഏലക്ക, 2 ചെറിയ സൈസ് ഉള്ള ഏലക്ക അതിലത്തെ കുരു ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ നമുക്ക് പതുക്കെ കുറുകി വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നിർത്താതെ തന്നെ ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിനിടയ്ക്ക് ഇതാ 2ാമത്തെ ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നെയ്യ് നമ്മൾ ചേർക്കണം, പക്ഷെ ഒത്തിരി നെയ്യ് ചേർക്കും വേണ്ട കേട്ടോ. കാരണം അത് ഭയങ്കര ഒരു കുത്തലായിപ്പോവും. ഞാൻ നെയ്യൊക്കെ വളരെ കുറച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബർഫി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2 എന്നുള്ളത് കുറച്ച് കൂടുതൽ 3-4 വരെയൊക്കെ ആവാം. ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരാനുള്ള ആ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ നെയ്യ് കൂടുതൽ ചേർക്കുന്തോറും ആണ് ആ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് അത് വിട്ട് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം, ദാ പാത്രത്തിൽ നിന്നൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വിട്ട് ഇങ്ങനെ കട്ട പിടിച്ചിട്ടൊക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിർത്താതെ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി ഓറഞ്ച് റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. തികച്ചും ഓപ്ഷണലാണ്. ആ ഒരു കാണാനൊക്കെ ഒരു ഭംഗി, ഒരു കറാച്ചി ഹലുവയുടെ ഒക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ റെഡ് കളർ ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ വൈറ്റ് കളറായിട്ട് ഇരിക്കും കേട്ടോ. അത്രയും മാത്രം വ്യത്യാസമുള്ളൂ, അല്ലാതെ രുചിക്കൊന്നും യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ ഇതാ ഞാൻ മിക്സൊക്കെ ചെയ്ത് നല്ല ഓറഞ്ച് റെഡ് കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കേണ്ടത് കശുവണ്ടി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. കശുവണ്ടിയോ ബദാമോ പിസ്ത ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഈ എന്താ പറയുക സീഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മേടിക്കാൻ കിട്ടും. ഇതെന്ന് പറയുന്നത് തണ്ണീർമത്തൻ്റെ ഒക്കെ സീഡ്സ് ഉണക്കിയതാണ്. പിന്നെ ഇതിനകത്ത് എള്ളുണ്ട്, വെളുത്ത എള്ള്, അങ്ങനെ പലതരം സീഡ്സിൻ്റെ മിക്സാണ് ഈ കാണുന്നത്. അപ്പോൾ അതാണ് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ ഇച്ചിരി കൂടെ ഹെൽത്തി ആണെന്ന് വെച്ചിട്ടാണ്. അപ്പം ഇതും കൂടെ ചേർത്ത് നമുക്ക് ആവശ്യത്തിന് ഉള്ള കശുവണ്ടി ആണെങ്കിൽ അങ്ങനെ അതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ദാ നമ്മുടെ ബർഫി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. ഇപ്പം ഞാൻ ഈ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രം എടുക്കുക. അത് സ്റ്റീൽ പാത്രമോ ഗ്ലാസ് ബൗളോ ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എടുക്കുന്ന പാത്രത്തിൽ ഇതുപോലെ ഒന്ന് നെയ്യൊന്ന് കുറേശ്ശെ, നെയ്യോ എണ്ണയോ ഏതാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബർഫി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഇച്ചിരി ഈ പാത്രത്തിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഇതൊന്ന് അപ്പം എന്താ പറയുക, ഫ്രണ്ടിലും നമ്മൾ മറിച്ചിടുമ്പോഴും അല്ലാത്ത രീതിയിലും ഒക്കെ അത് കാണുമ്പോൾ ആ നട്ട്സൊക്കെ ഒന്ന് ഒരു ഭംഗിയല്ലേ അങ്ങനെയൊക്കെ ഇങ്ങനെ കാണുന്നത്. അതിന് വേണ്ടി മാത്രം ഇട്ടൊന്നേ ഉള്ളൂ. ഇങ്ങനെ ഇടണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബർഫി ഇതിനകത്തോട്ട് ചൂടോടെ കൂടെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഷേപ്പൊക്കെ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഞാൻ ഇതിൻ്റെ മേൽഭാഗത്തും കൂടെ ഇതുപോലെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി അതൊന്ന് ഉറപ്പിച്ച് കൊടുക്കാം. ആ നട്ട്സൊക്കെ ഒന്ന് ചെറുതായിട്ട് ആ ഒരു ഹൽവയ്ക്കകത്തോട്ട് അല്ലെങ്കിൽ ബർഫിക്കകത്തോട്ട് അതൊന്നിങ്ങനെ, ഹൽവയല്ല കേട്ടോ ബർഫിയാണ്, ഇതിനകത്തോട്ടൊന്ന് പ്രസ്സായിട്ട് വന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു അരമണിക്കൂർ, അത്രയും വേണ്ട, ഒരു 15-20 മിനിറ്റിനകത്തൊക്കെ ഇത് ചൂടാറും. എങ്കിലും ഞാനൊരു അരമണിക്കൂർ എന്തായാലും വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടൊക്കെ ആറി കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയായിരിക്കുന്നത് എന്നുള്ളത്.
അപ്പോൾ ഇതാ ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞു, നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് അല്ലെങ്കിൽ ഒരു സെർവിങ് പ്ലേറ്റിനകത്തോട്ട് ഒന്ന് മറിച്ചിടണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു സെർവിങ് പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഈ പാത്രത്തിൻ്റെ മേലെ വെച്ച് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്നിട്ട് വേണമെങ്കിൽ ആ പാത്രത്തിൻ്റെ പുറകെ ഒന്ന് ചെറുതായി തട്ടി കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു സെർവിങ് പ്ലേറ്റിനകത്തോട്ട് ഇങ്ങനെ വീണോളും. കാരണം നമ്മൾ ആ ഒരു നെയ്യൊക്കെ തടവി കൊടുത്തതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അത് വിട്ടു പോരും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ഈ ഒരു ബർഫി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ ഈ കളറ് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾ റെഡ് കളർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അയ്യോ എന്നൊന്നും, നമ്മളൊരു കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളും ഒക്കെ നിങ്ങൾക്ക് ഇനി ആ കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു കളറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. വെളുത്ത കളറിൽ തന്നെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുവാണെങ്കിൽ ഒരു ചെറിയൊരു ബ്രൗൺ കളർ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഞാനിത് സ്ലോ മോഷനിലോ അല്ലെങ്കിൽ ഇതിലൊന്നും സ്പീഡിലോ ഒന്നും അല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. സാധാരണ സ്പീഡിലിട്ടിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ബർഫി മുറിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നോക്കിക്കേ, ടെക്സ്ചറൊക്കെ നോക്കിക്കേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിപ്പോൾ കുറച്ച് ബാക്കിയൊക്കെ വരുമല്ലോ, കാരണം എല്ലാം കൂടെ ഒന്ന് കഴിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊന്ന് സ്റ്റോർ ചെയ്യാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഫിലിം പേപ്പർ എടുക്കുക. അപ്പം ഫിലിം പേപ്പർ അല്ലെങ്കിൽ ക്ലിഞ്ച് ഫിലിം എന്നൊക്കെ പറയും ഇതിനെ. അപ്പം ഈ ഒരു പേപ്പർ നമുക്ക് ഇതുപോലത്തെ എല്ലായിടത്തും നമുക്ക് ഇതുപോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പേപ്പറുകൾ കിട്ടുന്നുണ്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ. അപ്പോൾ അങ്ങനത്തെ പേപ്പറിൻ്റെ റോള്, ഇതുപോലത്തെ ഫിലിം റോള് മേടിക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു ചെറിയ സ്ക്വയറായിട്ട് മുറിച്ചിട്ട് നമുക്ക് നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഞാൻ ഒത്തിരി നാൾ ഞാൻ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ. ഒരു 3 ദിവസം 4 ദിവസമൊക്കെ ഒരു കുഴപ്പം കൂടാതെ ഫ്രിഡ്ജിനകത്ത് ഇരുന്നോളും. പക്ഷെ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് വെക്കണം എന്ന് മാത്രം. അപ്പോൾ ഞാൻ ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നത്. അപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുറിക്കാതെ തന്നെ ആവശ്യത്തിന് മാത്രം മുറിച്ചിട്ട് ബാക്കിയുള്ളതാണെങ്കിലും വലുതായിട്ട് തന്നെ ഫിലിം പേപ്പറിൽ ഒന്ന് പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.